ഗൈസ് ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് ഇന്നലെ നമ്മൾ ഹോസ്റ്റലിൽ നിന്നാണ് നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നത്. ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് നാളെ തൊട്ട് 6 ദിവസത്തേക്ക് നമുക്ക് പൊങ്കലിൻ്റെ ലീവാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോയാലോ എന്ന് ആലോചിച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് ഗൈസ്. വീട്ടിലേക്ക് പോകാനായിട്ട് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഇന്നലെ തത്കാലം എടുക്കാൻ തുടങ്ങിയപ്പോൾ സൈറ്റ് ക്രാഷ് ആയിട്ട് വൻ സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പോകുന്നത് അണ്ടർ റിസർവ്ഡിലാണ് പോണേ ഗൈസ്. എന്തായാലും മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കാണ് നാളത്തേക്ക്. എന്താവും എന്നുള്ളത് അറിയില്ല. മമ്മി ചോദിക്കുമ്പോൾ വരുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം 4 ദിവസമായിരുന്നു, ഇപ്പോഴാണ് 6 ദിവസത്തേക്ക് മാറ്റിയത്. എന്തായാലും നോക്കട്ടെ ഗൈസ്, മാക്സിമം സർപ്രൈസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. എന്തായാലും ഒന്ന് റെഡി ആവട്ടെ ഗൈസ്. ഡ്രസ്സ് മതി റെഡിയായി, ബാഗൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോവാം. ഇന്നിപ്പോൾ നമുക്ക് ആരും ഡ്രോപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ട് മിക്കവാറും നമ്മൾ ഇന്ന് നടന്നായിരിക്കും പോകുന്നത്. എന്തായാലും അത് കാണിച്ചു. നമ്മളങ്ങനെ കോളേജിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. VIT അവിടെ ഒരാഴ്ചത്തേക്ക് ബൈ പറയാൻ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നടക്കാൻ തുടങ്ങാൻ കഴിയും. അപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി 2.5 കിലോമീറ്ററോളം നടക്കാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്തായാലും നടക്കട്ടെ ഗൈസ്. നടന്നു പോണ വഴിയിൽ പിസ്സ ഹട്ടും പിന്നെ ജെയ്ത്തും എന്ന് പറഞ്ഞിട്ടുള്ള വില കൂടിയ റെസ്റ്റോറൻറ്റും ഐനോക്സ് തിയേറ്ററും ഉണ്ടോ ഈ ഒരു കാണുന്ന ബിൽഡിങ്ങിൽ നമുക്കുള്ളത് ഗൈസ്. പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് സൈഡിലായിട്ട് ചിക്കനും മെഗ്ഡിയും ഒക്കെ ഉണ്ട് കേട്ടോ, മക്ഡൊണാൾഡ്സൊക്കെ ഉണ്ട്. കോളേജിന് അധികം ഡിസ്റ്റൻസ് ഉള്ളൂ, കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. അവിടെ നമുക്ക് മക്ഡൊണാൾഡ്സും പിസ്സ ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഈ എത്തിയിരിക്കുന്ന ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾഡ് കാട്ട്പാടിയാണ് ഗൈസ്. മുമ്പ് ഈ സ്ഥലത്തിനെ കാട്ട്പാടിയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടിയും നീങ്ങിയിട്ടുള്ള സ്ഥലത്തിനാണ്, ഇപ്പോൾ കുറച്ചുകൂടിയും ഫ്രണ്ടിലേക്ക് നീങ്ങിയിട്ടുള്ള ജംഗ്ഷൻ, മെയിൻ ജംഗ്ഷനെയാണ് കാട്ട്പാടിയിൽ നിന്നും ഇത് ഓൾഡ് കാട്ട്പാടിയിൽ നിന്നാണ് വിളിക്കുന്നത് ഗൈസ്. അവിടെ നിറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും പോയി ടിക്കറ്റ് എടുക്കാം ഗൈസ്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും പോയി വെയിറ്റ് ചെയ്യാം. ട്രെയിൻ വരാനായിട്ട് ഇനിയും ടൈം. ഞാൻ തിരക്കണമെന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കാര്യമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഓട്ടം വിളിച്ച് പോവുകയാണ് ഗൈസ് വീട്ടിലോട്ട്. വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ശരിക്കും ബസ്സിൽ വരാം, പക്ഷേ ഈ ഒരു ടൈമിങ്ങിൽ നമ്മുടെ വീട്ടിൻ്റെ അവിടേക്ക് ബസ്സില്ലാത്തതിൻ്റെ ഒരു പ്രശ്നത്താൽ നമ്മൾ ഓട്ടോ പിടിച്ച് വരേണ്ട അവസ്ഥയാണ് ഗൈസ്. എന്നാലും വീട്ടിൽ പോട്ടെ. നമ്മളങ്ങനെ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മമ്മി എഴുന്നേറ്റുണ്ടോ എന്ന് അറിയാൻ പാടില്ല. നേരത്തെ കറക്റ്റ് ടൈമിന് നമ്മുടെ ട്രെയിൻ എത്തിയതുകൊണ്ട് ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് പക്ഷേ ജാക്സന് പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റുണ്ടാകാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. പക്ഷേ കിച്ചണിലെ ലൈറ്റും കാര്യങ്ങളൊന്നും കാണാനില്ല. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് വിളിച്ചിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. നോക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം മമ്മീനെ വിളിച്ചു നോക്കാം. മമ്മി എടുക്കുമോ എന്താണെന്നാലും അറിയില്ല. എന്തായാലും വിളിച്ചു നോക്കാം ഗൈസ്. ഇത് ഒറ്റ ഡിവൈസിൽ റെക്കോർഡിയും വിളിക്കുന്നതൊക്കെ ഒറ്റ ഡിവൈസ് ആയതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. എന്തായാലും വിളിച്ചു നോക്കട്ടെ. മമ്മി ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മമ്മി വരുമ്പോൾ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ നിന്നോട് ചോദിച്ചപ്പോ നീ ചോദിച്ചില്ലല്ലോ ഇന്ന് ട്രെയിനിൽ വെച്ചിട്ട്. പുറത്താണോന്നല്ലേ ചോദിച്ചോളൂ. പുറത്തല്ലല്ലോ. നിന്നെ ഞാനില്ലേ ഞാന് ഞങ്ങളുണ്ടാണ് തന്നെയുള്ള ഒക്കെ പറഞ്ഞ ആളാണ്. ഞാൻ ചോദിച്ചത് ശബ്ദം കേട്ടപ്പോ പുറത്താണോ എന്ന് വെച്ചപ്പോ ഈ പുറത്തല്ല, ഞങ്ങൾ സിനിമാനാ. വീഡിയോന്റെ ശബ്ദം. ഇന്നില്ലല്ലോ. അപ്പോൾ വന്നതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് കിടന്നു ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നത്തെ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ആണെങ്കിൽ വൈകിട്ട് തൊട്ട് നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് പള്ളിയിൽ പോകണമെങ്കിലും പെരുന്നാളിൻ്റെ നൊവേന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീക്കെൻഡാണ് നമുക്ക് പെരുന്നാളുള്ളത് നമ്മുടെ പള്ളിയിൽ. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇവിടെയുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ളോഗ് ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.